ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയിലാണ് ടൈംസ് നൗവും JVCയും ചേർന്ന് നടത്തിയ സർവേകൾ പുറത്തു വന്നത്. എന്താണോ നാം പ്രതീക്ഷിച്ചിരുന്നത് അത് തന്നെയാണ് സർവേയിലും തെളിഞ്ഞു കാണുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമായ ഒരു മത്സരമാണ് നിലവിൽ നടക്കുന്നത്. ബീഹാറുമായി ബന്ധപ്പെട്ട് രണ്ട് സഖ്യകക്ഷികൾ മത്സരിക്കുന്നു. നമുക്കറിയാം NDAയും അതോടൊപ്പം തന്നെ മഹാഗഡ്ബന്ധനും. ആ മഹാഗഡ്ബന്ധനെ നിലംപരിശാക്കിക്കൊണ്ട് വീണ്ടും NDAയുടെ നേതൃത്വത്തിൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായി വരുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. ആ സർവേ അനുസരിച്ചാണെങ്കിൽ മുൻപ് കഴിഞ്ഞ 2020 ആ ഇലക്ഷനിൽ എന്ത് സംഭവിച്ചു അത് തന്നെയാണ് വീണ്ടും സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യം ഈ സർവേയിൽ കാണുന്നുണ്ട്. അത് നിതീഷ് കുമാറുമായി ബന്ധപ്പെട്ടാണ്. ഈ ജനപ്രിയനായ മുഖ്യമന്ത്രി ബീഹാറിലെ ജനങ്ങളോട് ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആരെ മുഖ്യമന്ത്രിയായി കാണണം എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവേ ഫലമായി പുറത്തു വന്നിരിക്കുന്നത് നിതീഷ് കുമാറിനേക്കാൾ വോട്ട് നേടിയിരിക്കുന്നത് തേജസ്വി യാദവാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം ആഗ്രഹിക്കുമ്പോഴും അതൊരു വോട്ടാക്കി മാറ്റുവാൻ BJPക്കും JDUവിനും എതിരായുള്ള ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റുവാൻ RJDക്കും കോൺഗ്രസിനും കഴിയുന്നില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി ഇവിടെ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത് പ്രശാന്ത് കിഷോറിന്റെ ജൻസ്വരാജ് പാർട്ടി